ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻഡിക്കേറ്റർ ഫ്ലാഷർ ഈ 220 എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഗൈസ്, ഇതാണ് മോക്സിയുടെ നമ്മൾ ഈ ഒരു 220 വെക്കാൻ പോകുന്ന ഫ്ലാഷർ. 21 മോഡ്സ് അവൈലബിൾ ആയിട്ടുള്ള ഈ ഫ്ലാഷർ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 350 രൂപക്കാണ്. ഈ ഒരു ഫ്ലാഷറിൽ വരുന്ന 2 മഞ്ഞ വയേഴ്സും ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോകേണ്ട വയറും അതേപോലെ തന്നെ റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവിലുമാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു വയറ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലീൻ ആയിട്ടൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലാഷർ കുറെ കാലം യൂസ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ഇടക്കിടക്ക് വയറ് നന്നാക്കാനായിട്ട് സീറ്റ് അഴിച്ച് തുറന്ന് ചുമ്മാ സമയം വേസ്റ്റ് ആക്കേണ്ടതായിട്ട് വരും. ഈ മഞ്ഞ വയറുകൾ രണ്ട് ഇൻഡിക്കേറ്ററിന്റെയും ഒരു സ്വിച്ചിലേക്ക് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് പോസിറ്റീവ്. അപ്പൊ ഈ പച്ച കാണുന്ന കളറാണ് പോസിറ്റീവ്, മറ്റേത് കോമൺ അല്ലാണ്. സോ ഈ മഞ്ഞ വയറ് നമ്മൾ പോസിറ്റീവ് ഇൻഡിക്കേറ്ററിന്റെ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ മറ്റേ ഇൻഡിക്കേറ്ററിലേക്ക് അതിന്റെ മഞ്ഞ വയറും കണക്ട് ചെയ്യുമ്പോൾ ഗൈസ് എല്ലാവരും വൃത്തിയായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വയറ് ഊരിപ്പോരാൻ പാടില്ല. ഊരിപ്പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ടത് തുറക്കേണ്ടി വരും. ഇപ്പൊ രണ്ടാമത്തെ ഇൻഡിക്കേറ്ററിലേക്ക് പോകുന്ന വയറിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ഗ്രേ ആണ് പോസിറ്റീവ്. അപ്പൊ ഈ ഒരു ഗ്രേ ആണ് ഇതിന്റെ അകത്ത് പോസിറ്റീവ് ആയിട്ട് വരുന്നത്. അതിലേക്ക് നമ്മൾ ഈ ഒരു മഞ്ഞ വയർ കണക്ട് ചെയ്യുകയാണ്. നമ്മളെപ്പോഴും ഏതൊരു വണ്ടിന്റെയും വയേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോമൺ വയറിന് സെയിം കളറായിരിക്കും. സോ അത് വെച്ച് നമുക്ക് ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. വളരെ എളുപ്പമായിട്ട് നമുക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഗൈസ്, നമ്മൾ 2 ഇൻഡിക്കേറ്റർ വയറിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോസിറ്റീവും കോമണും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സേഫ്റ്റി നോക്കി കളിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഇൻഡിക്കേറ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസുലേഷൻ നല്ല രീതിയിൽ തന്നെ കൊടുക്കുക. എവിടെയും ഷോർട്ട് വരാത്ത രീതിയിൽ നിങ്ങളുടെ ബാറ്ററി കംപ്ലൈന്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസുലേഷൻ നമ്മൾ ചെയ്യുന്നത്. നല്ല വൃത്തിയായിട്ട് തന്നെ എല്ലാവരും ഇൻസുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് വയറ് പുറത്തേക്ക് വരാത്ത രീതിയിൽ വൃത്തിയായിട്ട് ആ ഒരു ഇൻഡിക്കേറ്ററിന്റെ ഉള്ളിൽ തന്നെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ഏകദേശം ഇൻഡിക്കേറ്ററുടെ കണക്ഷൻ വർക്ക് ഫുള്ളി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ഫ്ലാഷറിലേക്ക് പവർ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ പവറിന്റെ ഒപ്പം തന്നെ നമ്മളൊരു സ്വിച്ച് വെച്ചിട്ടാണ് ഇതിന്റെ അകത്തേക്ക് പവർ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 60 രൂപക്കാണ്. നമുക്കിനി ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്വിച്ച് നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്നുണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ വയർ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വയറാണ്. ഏകദേശം 1 മീറ്ററോളം നമുക്ക് നീളത്തിൽ വേണ്ട വരും. ഇതൊരു സ്പീക്കർ വയറാണ്. ഞാൻ വീട്ടിലുള്ള സോ ഈ ഒരു വണ്ടിന്റെ ഇതനുസരിച്ചിട്ട് ഏകദേശം 1 മീറ്ററോളം ഉള്ള ഡബിൾ വയർ മതിയാവും. സിംഗിൾ വയറാണ് 2 മീറ്ററോളം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. നട്ട് വെച്ച് നമുക്ക് ഇവിടെ അയക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ടാങ്ക് അയച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ്. അപ്പൊ നമ്മള് ഫ്രണ്ടില് നമ്മുടെ സ്വിച്ച് കണക്ട് ചെയ്യുകയാണ്. ഇതേപോലെ വണ്ടിയിൽ എല്ലാവർക്കും സ്പേസ് ഉണ്ടാവും. ആ ഒരു സ്പേസിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്ന് നമുക്ക് ഓണാക്കാനും ഓഫാക്കാനും വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇഗ്നിഷൻ നിന്നാണ് നമ്മൾ ഈ ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സാധനമാണ് വണ്ടിയുടെ ഇഗ്നിഷൻ സെറ്റപ്പിലേക്ക് വരുന്ന വയറ്. നമ്മളപ്പോൾ അഴിക്കുകയാണ്. എല്ലാവരും അഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അയക്കാം. അല്ല, ഇഗ്നിഷൻ വയർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇഗ്നിഷൻ സെറ്റപ്പിൽ നമ്മൾ ഈ ഒരു സ്വിച്ചിന്റെ പ്ലഗ് പിന്ന് അയച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പിന്നിനകത്ത് ഈ കാണുന്നതാണ് കറണ്ട് വരുന്ന പോർഷൻ. ഏകദേശം ഈ ഗ്രേ കളർ നമ്മുടെ വയർ എവിടെ കണക്ട് ആവുന്നു അതാണ് നമ്മുടെ പവർ വന്നുകൊണ്ടിരിക്കുന്ന വയർ. അപ്പൊ ഈ ഒരു എക്സ്ട്രാ വയർ നമ്മൾ ഈ ഒരു ഇഗ്നിഷൻ പോർട്ടിൽ നിന്ന് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വയർ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു വയർ തന്നെ എടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇഗ്നിഷൻ പോർട്ടിൽ നിന്ന് മേലത്തെ വയറിലേക്ക് നമ്മൾ ഇത് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പവർ വരുന്ന പോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പോർട്ടിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. ആ ഒരു ഇതിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പോർട്ടിൽ നിന്ന് വരുന്ന വയർ നമ്മൾ സ്വിച്ചിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ഇഗ്നിഷൻ പോർട്ടിൽ കണക്ട് ചെയ്ത വയർ നേരെ നമ്മുടെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്വിച്ചിലേക്ക് വയർ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ട് അപ്പൊ ഈ ഒരു കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഇൻസുലേഷൻ അടിക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു വയർ നമ്മൾ ഇഗ്നിഷന്റെ പവർ വരാത്തതിൽ എന്തിനാ കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ചാവി ഓണാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സാധനം വർക്ക് ചെയ്യിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് എപ്പോഴും ഓണാക്കി കിടക്കും. ആർക്ക് വേണമെങ്കിലും വെറുതെ ഈ ഒരു സ്വിച്ച് ഒന്ന് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിക്ക് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. ബാറ്ററി ഇറങ്ങി പോകാനും വേണ്ടിയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അറിയാലോ, നമ്മുടെ റോഡിലൊക്കെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ തലതെറിച്ച പിള്ളേർ ഒരുപാടുണ്ടാവും. തല തെറിച്ചവർ തന്നെ വേണമെന്നില്ല. ആ ഒരു രീതിയിൽ നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അടുത്ത വയർ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വയർ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയർ സ്വിച്ചിൽ നിന്നുള്ള അടുത്ത വയറിന് നമ്മൾ നേരെ ഫ്ലാഷറിന്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരു നമ്മുടെ ഫ്രണ്ടിലുള്ള സ്വിച്ചിന്റെ ഏകദേശം കണക്ഷൻസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ടിലെ സ്വിച്ചിന്റെ ഏകദേശം എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വയർ. അപ്പോൾ ഫ്രണ്ടിലത്തെ നമ്മുടെ ഇഗ്നിഷന്റെ പോർട്ടിൽ നിന്നുള്ള വയറും കണക്ട് ചെയ്തെടുത്തതും മറ്റേ സ്വിച്ചിന്റെ മറ്റേ വയർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് നേരെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്ന വയറാണ്. അപ്പോൾ ഈ ഒരു വയർ നമ്മൾ എണ്ണ ടാങ്കിന്റെ അടിയിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
അപ്പൊ നമ്മൾ എണ്ണ ടാങ്കിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ ഒരു വയർ എടുത്തിട്ട് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറയുന്നത് സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ വയർ കണക്ട് ചെയ്തിട്ട് ഇൻസുലേഷൻ നല്ല രീതിയിൽ തന്നെ പൊട്ടിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ പോസിറ്റീവ് വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോ ഒരു നെഗറ്റീവ് വയർ അതിന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അതിനൊരു എക്സ്ട്രാ വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു നെഗറ്റീവ് വയർ നമ്മൾ ഇൻസുലേഷൻ അടിച്ചിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ബാറ്ററിയുടെ നെഗറ്റീവിനാണ്. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ഇൻസുലേഷൻ എല്ലാവരും ചെയ്യുക. ബാറ്ററിയുടെ നെഗറ്റീവിന് നമ്മളിത് കണക്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ വയർ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ടൈറ്റ് തന്നെ അത് കണക്ട് ചെയ്യുക. ബാറ്ററി ആയിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു 21 മോഡ് കിട്ടുന്ന നമ്മുടെ ഈ ഒരു സ്വിച്ചിന്റെ ഓൺ ഓഫ് ടൈമിലാണ് മോഡ്സ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വിച്ച് ഓൺ ഓഫ് ആക്കുമ്പോൾ നമുക്ക് ഇതിന്റെ മോഡ് മാറി കിട്ടും. ഇപ്പൊ ഇത് സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നൈറ്റ് വിഷ്വലിസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇതിന്റെ 21 ടൈപ്പ് നമുക്ക് നൈറ്റ് വാച്ച് ചെയ്യാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ വളരെയധികം യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. സോ ബൈ ബൈ.